ഷോ മണി 12 മണി ആയല്ലോ. ഈ ഭാസ്കർ എവിടെ വണ്ടി കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട്? ചേച്ചി അമ്മമ്മ റെഡിയായി കാണോ? എന്റെ അമ്മമ്മയ്ക്ക് വയസ്സാകത്ത് എന്തിന്റെ കുഴപ്പമാ മക്കളെ? അച്ഛൻ ഒന്ന് പറയണ്ട അച്ഛാ, അമ്മമ്മയ്ക്ക് ആഗ്രഹങ്ങൾ കാണില്ലേ? സീത നീ വരുന്നുണ്ടോ? ഇത് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എത്ര നേരമായി പറയുന്നത്? ഇറങ്ങി നിൽക്കുന്നത് ഇറങ്ങി വന്നേട്ടാ. ഒന്ന് വാ പാറ ഇങ്ങോട്ടെ. അമ്മേ അമ്മമ്മയെ കൂടെ വിളിച്ച അമ്മമ്മ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആരെ വിളിക്കാൻ പോകുന്നില്ല, വണ്ടി വരുന്നു കയറി പോകുന്നു. ആരോടെ കാത്തു നിൽക്കാൻ പോകുന്നില്ല. എന്റെ അമ്മയെ വിട്ടത് വാ മനോട്ടാ, കിടന്ന് വിളിക്കുന്നത് ഇങ്ങോട്ട് വാ അമ്മേ. ഇത് ദൈവമേ, ഇത് എന്തോ വെപ്രാളോ. വണ്ടി എന്നാ മനോട്ടാ? ഈ ഭാസ്കർ 12 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി കിടക്കുന്നത്? മനോട്ടൊന്ന് വിളിച്ചു നോക്ക്. ആ വിളിച്ച ജംഗ്ഷൻ എത്തി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പെട്ടിയെല്ലാം എടുത്ത് വെച്ചോ? അതെ പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി കയറുമ്പോ ടിക്കറ്റ് വെച്ചാൽ മതിയല്ലോ. ദേ വണ്ടി വരുന്ന കയറി പോകുന്നു. ഇവിടെ ആരെ കാത്തു നിൽക്കാൻ പോകുന്നില്ല കേട്ടാ. ഈശ്വര അമ്മ അമ്മേ അമ്മേ. ചേച്ചി നീ അപ്പഴേ പറഞ്ഞ ഡ്രസ്സ് ഒന്ന് കൊടുക്കണ്ടായിരുന്നു. പാവോടി അമ്മ ഇത് കിട്ടപ്പോ അമ്മമ്മയ്ക്ക് ആഗ്രഹങ്ങൾ കാണില്ലേ? നമ്മൾ എല്ലാവരും പാൻറ് ഉടുപ്പല്ലേ ഇടുന്നത്. അമ്മ മാതിരി ഉണക്ക് സാരി എടുത്തോണ്ട് നടക്കുന്നേ. അമ്മമ്മര് പ്രായം ഒരു നോക്കണ്ടേ അമ്മമ്മയ്ക്ക്? ഓ ഇപ്പോഴത്തെ കാലത്ത് പ്രായമൊന്നും ഇല്ലടി ഡ്രസ്സിനൊന്നും. ഷടാ ഈ വണ്ടിക്കാരൻ എവിടെ പോയി കിടക്കുന്നേ? എന്റെ ദൈവമേ, ഈ കൊച്ചി ഡ്രസ്സിനെല്ലാം ഊരി കളഞ്ഞോ? പാറോ എന്താ കാണിച്ചത്? പാറോ നല്ല അടിയുണ്ട് നോക്കിക്കോ. ചേച്ചി ഷോൾ തരാത്തോണ്ട് ഞാൻ ഉടുപ്പെല്ലാം ഊരി കളഞ്ഞ്. എനിക്ക് ഉടുപ്പ് വേണ്ട. അയ്യേ നീ ഈ ഉടുപ്പിട്ടാണ് ടൂറിന് പറഞ്ഞത്. ഞാൻ ഇത് ഇട്ടോണ്ടേ വരുള്ളൂ. ചേച്ചി എനിക്ക് ഷോൾ തന്നില്ലല്ലോ. നല്ല അടിയുണ്ട് പാറുവിന്. നീ അങ്ങനെ ഇട്ടോണ്ട് വന്നാൽ ഞാൻ വേറെ ഉടുപ്പൊന്നും കിട്ടു തരത്തില്ല. നോക്കിക്കോ. ഏതായാലും നമ്മൾ വണ്ടിയിലല്ലേ പോകുന്ന, അവള് കുഞ്ഞല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. പെണ്ണിന്റെ ഒരു അഹങ്കാരം. അമ്മ ചെല്ലം പഠിപ്പിച്ച തന്നെയാ. അഭിപ്രായം ചോദിച്ചില്ല ഇവിടെ. നീ ഇതോടെ പോവാ? വരാൻ വേണ്ടിട്ട് പെട്ടിയൊക്കെ നല്ലോണം എടുത്ത് വെക്കട്ടെ. ചിത്രേ എന്തോ ചേച്ചി? ദേ അങ്ങോട്ട് നോക്കിയേ. ഞാൻ കൊടുത്ത പാന്റ് ഒന്നും അല്ല അമ്മ എടുത്തിട്ടിരിക്കുന്നേ. ഇത് മിക്കവാറും എന്റെ പാന്റാണെന്നാ തോന്നുന്നേ. എന്തോ മക്കളെ? എന്റെ ദൈവമേ, ഈ തള്ളക്ക് വയസ്സാകാത്ത എന്തിന്റെ കേടാണെന്ന് അറിയത്തില്ല. മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടിട്ട്. അമ്മമ്മ എങ്ങനെയുണ്ട്? സ്റ്റൈലില്ലേ അമ്മമ്മയെ കാണാൻ? അമ്മമ്മേ ഞാൻ തന്ന പാന്റ് എവിടെ അമ്മമ്മേ? അത് പാന്റാണോ? എന്റെ ദൈവമേ, അത് പിരുത്തിട്ടാണല്ലോ 3 വെച്ചിട്ടുണ്ട് ആ പാന്റിന്റെ തുണി. അമ്മയ്ക്ക് ഇങ്ങനെ ഫിറ്റ് ആയി കിടക്കുന്ന പാന്റാ ഇഷ്ടം. ആ ഹാങ്കറിൽ ഒരു പാന്റ് എടുത്ത് അമ്മമ്മ എടുത്തങ്ങ് ഇട്ട്. ഇത് എന്റെ പാന്റ് അല്ലേ? കുരുവേ അങ്ങോട്ട് പോ. നിന്റെ പാന്റ് തല്ലേ ഇത്? എന്റെ പാന്റ് തന്നെ ഇങ്ങോട്ട് ഊരി താ. അയ്യോ പാറു, അത് നിന്റെ പാന്റൊന്നും അല്ല, അത് എന്റെ പാന്റാ പാറു. ഇങ്ങോട്ട് വന്നേ. എന്താ അയ്യോ അമ്മ, തള്ളക്ക് എന്തിന്റെ കേടോണ്ടി? അമ്മയ്ക്ക് ആ സാരി എടുത്തോണ്ട് വന്നൂടെ അമ്മേ? അമ്പടി കേമി, അത് കൊള്ളാം. നിനക്ക് എല്ലാവർക്കും പാന്റ് ഉടുപ്പിട്ടപ്പോ എനിക്ക് മാത്രം പാന്റ് ഉടുപ്പിട്ടൂടെ? അമ്മയുടെ പ്രായം നിങ്ങൾ നോക്കണ്ടേ അമ്മേ? അമ്പടി പൊളിസു. അപ്പൊ നീ പാന്റ് ഉടുപ്പിട്ടിരിക്കണതാ? ഇനി ഉടക്കാനും നിൽക്കണ്ട, എന്തോ ആയിക്കോട്ട് പോക്കട്ടെ. സീതച്ചുമായിരിക്കേ. അമ്മയുടെ ഒരു കാര്യം. എങ്ങനെയുണ്ട് മക്കളെ? സ്റ്റൈലല്ലേ അമ്മമ്മയെ കാണാൻ? അമ്മമ്മേ ഞാൻ അമ്മമ്മയ്ക്ക് തന്ന പാന്റ് ഇടാത്തത് അമ്മമ്മേ? അത് അമ്മമ്മയ്ക്ക് സൈസ്. അത് ഇട്ടപ്പോഴേ അമ്മമ്മ കിടന്ന് പറക്കും അതിന്റെ അകത്ത് കിടന്നു. എന്റെ തള്ള ഇട്ട പോലത്തെ ഡ്രസ്സല്ലേ മക്കളെ? ഈ അമ്മമ്മയുടെ കാര്യം. തൽക്കാലം ഇത് മതി. അതെ വണ്ടി വന്നു, എല്ലാവരും വണ്ടി കയറി കാരണേ. അമ്മ അവരല്ലേ അവിടെ പോവാൻ നിൽക്കണം അമ്മേ. ഏതാ ഈ സൗണ്ട്? നല്ല പഴിച്ചുള്ള സൗണ്ട് ആണല്ലോ. എന്റെ ദൈവമേ, എന്തോ ചേട്ടന് വിളിക്കുന്നേ? അല്ലേ ഇതാണ് സുശീലയോ? അല്ല സീതേച്ചി, എവിടെ പോവാ നിങ്ങൾ എല്ലാരും? എന്റെ ദൈവമേ, എത്ര ദിവസം ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എല്ലാരും എവിടെ പോണേ ആന്റി? വർഷേച്ചി എല്ലാരും എവിടെ പോണേ? എന്ത് പറയാനാ സീതേച്ചി, അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. മോളെ ഇവിടെ ആക്കിയിട്ട് ഞാൻ പോവാൻ വേണ്ടിയാ വന്നത്. അതിനെന്താ, ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രിപ്പ് പോവാൻ വേണ്ടി ഇറങ്ങിയതാ. വെക്കേഷൻ അല്ലേ, ഒരു കാര്യം ചെയ്യ, മുത്തു കൂടെ വന്നോട്ടെ. അയ്യോ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു കുഞ്ഞിനെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നീ പോയിട്ട് വാ സുശീലേ. ശരിയാ, മുത്തിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അമ്മ വേഗം പൊയ്ക്കോ. അമ്മ കുറെ ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ഇവരെ കൂടെ ട്രിപ്പിന് പോയിട്ട് വരാം. ആണോ? ഓൾറെഡി സന്തോഷം കണ്ടില്ലേ? സുശീല പോയിട്ട് വാ, ഞാൻ മുത്തിനെ നോക്കിക്കോളാം. അയ്യോ, ഡ്രസ്സൊന്നും എടുത്തില്ല ചേച്ചി? അയ്യോ ഇനിയിപ്പോ എടുക്കാൻ പോണ സമയമൊന്നുമില്ല. അവർക്ക് 2 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ പോരെ, ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ലല്ലുവിനെ വീട്ടിലാക്കിയിട്ട് പോവായിരുന്നു. അതൊന്നും വലിയ കാര്യമാക്കട്ടെ സുശീലേ. നീ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാ, മുത്തിനെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ കേട്ടാ. മുത്തിനെ ഞങ്ങളോട് നിന്നോളൂല്ലോ. ഓ ശരി. പിന്നെ പോയിട്ട് വരാമേ. അമ്മേ ബൈ. നമുക്ക് ടൂർ അടിച്ചു പൊളിക്കല്ലേ ചേച്ചി? ചേച്ചി ഞാൻ വരുന്നില്ല ചേച്ചി, ടൂറിന് ഞാൻ വരുന്നില്ല. ശരി ചേച്ചി. ശരി മനോട്ടാ, പോയിട്ട് വരാം. ശരി സുശീലേ, പോയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വിവരമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. ശരി. നമുക്ക് കളിക്കാമേ. ഞാൻ
മുത്തിനെ നിർത്തിയത്. ആ അല്ല പിന്നെ എന്ത് ചെയ്യാനാ? മുത്തിനോട് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റോ? കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വണ്ടിയൊന്നും വന്നില്ലേ മക്കളെ? വണ്ടി ദേ വന്ന് എല്ലാവരും കയറിക്കോ. എവിടെ മാമ? ഫ്രണ്ടിൽ മുത്തിരിക്കാം. മുത്തിന്റെ ഫ്രണ്ടിലിരിക്കണം. ഫ്രണ്ടിലാക്കണതിനാ ആ ഡിക്കിക്കകത്ത് ഇറങ്ങിയിരുന്നോ? എന്താ ചിത്രേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഈ മുത്തിന് എന്ത് ടൂർ ഉണ്ടായാലും ഞങ്ങൾ ടൂർ കോളാക്കാനായി മുത്ത് ഞങ്ങളെ കൂടെ വരുന്നത്. കുളത്തില് പോണോ ചിത്ര ചേച്ചി? വണ്ടി അവിടെ ഇട്ടാ മതി, ഞങ്ങൾ അങ്ങോട്ട് വരാം. സീതേ ഇപ്പൊ ബാഗ് എടുത്തോണ്ട് വാ മക്കളെ, എല്ലാരും വന്ന് വണ്ടി കയറി വാ. ദൈവമേ, ഞാൻ പോയി കൂടെ എടുത്തോണ്ട് വരട്ടെ. പോയി കയറിക്കോട്ടോ. അയ്യോ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കണം, ഞാൻ പെട്ടെന്ന് പോയി കയറട്ടെ. ചിത്ര ചേച്ചി വരുന്നില്ലേ? പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ നിന്നോ? ഇത് പെണ്ണെ, ഇത് കയ്യൊന്നും നോക്കും കേട്ടോ നീ. എടി ചിത്ര നീ ചുമ്മാ ഇരിക്കേ. ഫസ്റ്റ് കയറിയേ മുത്ത്, ഫസ്റ്റ് കയറിയേ മുത്ത് ചേച്ചി. ഞാനുണ്ട്, ഓടിക്കോ ഓടിക്കോ. ഒരു കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ചാ മതിയായിരുന്നു. മക്കളെ എല്ലാരും എന്താ മിണ്ടായിരിക്കുന്നേ? ടൂർ പോകുന്നല്ലേ? എല്ലാരും പാട്ടൊക്കെ പാടിക്കേ അങ്ങോട്ട്. അവർക്കൊന്നും പാടാൻ അറിഞ്ഞൂടാ മാമ, ഞാൻ പാടിക്കൊടുക്ക. ആണോ? എനിക്ക് മോളെ പാടിക്കോ. കാക്കേ കാക്കേ കൂരവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. പിന്നെ പൊന്നു മുത്തേ, ഒന്ന് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ നിനക്ക്? നിങ്ങൾക്കൊന്നും പാടാൻ വയ്യെന്നും പറഞ്ഞ് അവക്കറിയാവുന്ന പാട്ട് അവള് പാടി. ഇതിപ്പോ ചുമ്മാ ഇരിക്കുന്നതാ. മക്കള് പാട്. ഇല്ല, വർഷ ചേച്ചി എന്നെ വഴക്ക് പറയും, അണ്ട പുത്ത് പാടൂല. ആണോ? വണ്ടിയിൽ ഇറങ്ങിയിട്ട് ആന്റി ഫുഡ് വാങ്ങിച്ചു തരാൻ കേട്ടോ. എന്താ പിള്ളേരെ നിങ്ങൾ എല്ലാരും ഒരുപാട് സങ്കടത്തിരിക്കുന്നേ? ടൂർ പോകുന്നല്ലേ? അല്ല മരണത്തിന് പോകുന്നല്ലോ. എല്ലാരും സന്തോഷത്തിരുന്നേ. ചിത്രയെടുത്ത് വർഷയെടുത്താ ഞാൻ പറഞ്ഞത്. മിണ്ടാതിരിക്കും സീതേ. അമ്മയ്ക്ക് ഹാപ്പി ആവാൻ വേണ്ടി മുത്തിനെ കൊണ്ടുവന്നല്ലോ. പിന്നെന്താ പിള്ളേരുടെ ഒരു കാര്യം. വർഷ ചേച്ചിക്ക് ചിത്ര ചേച്ചിക്ക് ടൂർ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വണ്ടിന്ന് ഇറക്കി വിടാ ആന്റി. പെണ്ണെ, ഇപ്പൊ നിന്നെ വണ്ടിന്ന് ഇറക്കി വിട് നോക്കിക്കോ. ദൈവമേ, ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റും വർഷേ നിനക്ക്? വർഷേ ചുമ്മാ ഇരുന്നേ. പിന്നെ ഞാൻ പറയുന്ന കുറ്റം. ചേട്ടാ ആ വളവിലുള്ള വാട്ടർഫോളിലല്ലേ? അതെ അതെ ഫസ്കര, എത്തിയോ? ആ എത്തി. ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ സീതേ, ഡ്രസ്സൊക്കെ വണ്ടി തന്നെ ഇരിക്കട്ടെ. നമുക്ക് അത് ഇവിടെ പോയി വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് പിള്ളേരൊക്കെ ഒന്ന് കളിച്ച് നനച്ചിട്ടൊക്കെ വരാം. ആ ശരി മനേട്ടാ. എനിക്ക് പാറുവിനെ മുത്തിനെ പേടി. വെള്ളത്തിൽ മറിഞ്ഞ് ഇനി പനിയെങ്ങാനും വരുമോ എന്തോ. ആ പിള്ളേരൊന്ന് ശ്രദ്ധിച്ചോണ്ടാ മതി. ആ വർഷം ചിത്രേ ഉണ്ടല്ലോ, മുത്തിനെ നോക്കിക്കോളും. സൗകര്യമില്ല ഇപ്പൊ നോക്കായി. അമ്മ എന്നെ നോക്കിക്കൊണ്ടാ മതി. ഈ പിള്ളേരുടെ ഒരു ചാട്ടം. എന്ന് ടൂർ പോയാലും മുത്തിനെ തൂക്കിയെടുത്തോണ്ട് വന്നോളും. ഒരു പാവം. മക്കളെ വർഷേ ചുമ്മാ അതിരിക്കാള് കുഞ്ഞല്ലേ. എല്ലാരും ഇറങ്ങിക്കോളേ. മനോട്ടാ, ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കാം കേട്ടോ. ആ ശരി ഭാസ്കര. മനോട്ടാ, നമുക്ക് ആദ്യം പാർക്കിൽ പോയിട്ട് വരാം മനോട്ടാ. ഈ പിള്ളേരുടെ വെള്ളം നനഞ്ഞാൽ പിന്നെ പാർക്കിൽ ചിലപ്പോൾ കയറ്റത്തില്ല. അതെ അച്ഛാ, ആദ്യം നമുക്ക് പാർക്കിൽ പോയിട്ട് വരാം. അവിടെ എല്ലാം കയറിയിട്ട് നമുക്ക് ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാൻ അച്ഛാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർക്കിൽ പോവാം. എല്ലാവരും നടന്ന് അങ്ങോട്ട് പോയിക്കോ. എനിക്കിതിൽ കയറണം. ദേ ഒരുപാട് പാർക്കുണ്ട്. ഇതിന് ഇഷ്ടമുള്ളതിൽ കയറിക്കോ. ഓരോരുത്തരും ഓരോന്ന് കയറി കളിച്ചോ. എനിക്കിതിൽ കയറിയാൽ മതി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഇതിൽ കളിക്കാം. അയ്യോ ചിത്രയുടെ ചിത്രയും മുത്തോടെ അമ്മേ, അവരിങ്ങോട്ട് പറഞ്ഞേക്കാം അമ്മേ. മക്കളെ വർഷേ, മക്കളെ അമ്മമ്മ ഒന്ന് പിടിക്കും മക്കളെ. അയ്യോ അയ്യോ അമ്മമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മമ്മയ്ക്ക് എന്ത് പറ്റി അമ്മമ്മേ? അയ്യോ എന്റെ പൊന്നു കുഞ്ഞേ, ഇത്രയും നേരം വണ്ടി ഇരുന്ന് അമ്മമ്മയ്ക്ക് തലറിഞ്ഞ് വയ്യ മക്കളെ. അമ്മമ്മയ്ക്ക് ഇത് എവിടെയെങ്കിലും കിടക്കണം മക്കളെ. അയ്യോ ഇപ്പൊ അമ്മമ്മ ഇപ്പൊ എവിടെ കൊണ്ട് കിടത്താം? ഇപ്പൊ ഇതിൽ തൽക്കാലം ഇതിൽ കിടത്താം. അയ്യോ എന്റെ പൊന്നു മക്കളെ, അമ്മമ്മ ഇപ്പൊ വീടും മക്കളെ. അമ്മമ്മ തൽക്കാലം ഇതിൽ കിടക്കാം അമ്മമ്മ. ആ ബെഞ്ചൊക്കെ കൊണ്ട് ഇട്ടിരിക്കുകയാണോ ഇവിടെ? അയ്യോ അത് ബെഞ്ചൊന്നും അല്ല അമ്മമ്മേ, അത് പിള്ളേർ കളിക്കാനുള്ള ഐറ്റാ. ആ കളിക്കുന്നൊക്കെ പിന്നീട് കളിക്കാം. അത് അമ്മമ്മയുടെ തലാറൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ദൈവമേ ഒന്ന് കിടന്നോട്ടെ. എന്റെ ഈശ്വരാ, അമ്മമ്മ ഒന്ന് ഇവിടെ കിടന്നോട്ടെ മക്കളെ. അമ്മമ്മ ആരും ശല്യപ്പെടുത്തല്ലേ. ആ ഇല്ല, അമ്മമ്മ റെസ്റ്റ് എടുത്തോ. അമ്മമ്മ ആരും ശല്യപ്പെടുത്താൻ വരത്തില്ല. പിള്ളേരെ, അമ്മമ്മയുടെ കിടക്കണ ആരും അമ്മമ്മ ശല്യപ്പെടുത്തല്ലേ. ആരോ നമുക്ക് അതിലിപ്പോ ചർവി കളിക്കാൻ വാ ഇങ്ങോട്ട്. ഇവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. അമ്മേ ഇതെന്തൊരു തലകറക്കം. നമുക്ക് ഇതിന് മണ്ടേ കയറി കളിക്കാൻ വാ. അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റി മക്കളെ? അത് അമ്മേ, അമ്മമ്മയ്ക്ക് ചെറിയ തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞു. അമ്മമ്മയ്ക്ക് ഒന്ന് കിടക്കണോന്ന് അമ്മമ്മ അതിൽ പോയി കിടന്നായിരുന്നു. അമ്മമ്മ ശല്യപ്പെടുത്തല്ലേ അമ്മേ? അമ്മയ്ക്ക് തലകറക്കമാണോ? അമ്മ കിടക്കട്ടെ അമ്മേ. അമ്മമ്മ ആ കുറച്ചു നേരം കിടന്നു. അപ്പൊ തലകറക്കം മാറത്തുന്നേരം വണ്ടി ഇരുന്നതിന്റെ ക്ഷീണമായിരിക്കും. ആ അതെ കൊച്ചേ, ഇത് കിടന്നോട്ട് ക്ഷീണം മാറിക്കോളും. ഇത് ഉറങ്ങിക്കോട്ടെ. ഞാൻ അടി ഉണ്ടാക്കി അമ്മ അങ്ങോട്ട് വരാം. അമ്മേ അത് എനിക്ക് വേണം അമ്മേ. എനിക്കൂടെ താ അമ്മേ. ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട്. ഇത്രയും പാർക്കുണ്ടാ? 1, 2, 3, 7, 10 പാർക്കുണ്ട്. അമ്മമ്മയ്ക്ക് നല്ല സ്ഥലമാർക്കും മക്കളെ. നീ വേറെ ഏതെങ്കിലും പോയി കളന്ന് കളിക്ക്. അമ്മമ്മ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇതില് തന്നെ കളിക്കണം.
ഉള്ളു.